CPM കൊലപാതകികൾക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കൊലപാതകങ്ങളിലോ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലോ ഞങ്ങളുടെ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് നേതാക്കൾ ആണയിട്ട് പറയും. പക്ഷെ അവരുടെ സ്വന്തം കൊലയാളി സംഘങ്ങളെ അവർ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പാർട്ടിക്ക് എതിരായവരെ, പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ അണികളെ പറഞ്ഞയക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇതല്ലാതെ മറ്റ് എന്ത് നിലപാടെടുക്കാനാണ് സാധിക്കുക? പെരിയയിൽ 2 ചെറുപ്പക്കാരെ, കൃപേഷും ശരത്ലാലും, അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അവരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം മുതൽ ശിക്ഷ ലഭിച്ച പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ വരവേൽക്കാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് നേതാക്കൾ അണിനിരന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ സംബന്ധിച്ച കേസിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന നിലപാട് എടുത്തതിൻ്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ, CPMന്റെ ജില്ലാ കമ്മിറ്റിയെ ആ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശകാരിച്ചു ശരിപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞതാ ഞങ്ങളും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന്. പക്ഷെ അവര് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കേസിലെ പ്രതി ദിവ്യയ്ക്കൊപ്പമായിരുന്നു. പക്ഷേ ശരിയായ ഒരു നിലപാടെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് സംസ്ഥാന സെക്രട്ടറി പെരുമാറിയ രീതി നമ്മൾ മറന്നിട്ടില്ല. ഇന്നിപ്പോൾ നവീൻ ബാബു കേസിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന ആവശ്യം, കുടുംബത്തിൻ്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇനി പാർട്ടി വൈകിട്ട് കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തുമോ എന്നുകൂടി അറിഞ്ഞാൽ മതി. കൊലയാളികളെ അഭിവാദ്യം ചെയ്യാൻ പി ജയരാജൻ തന്നെ എത്തിയെന്നുള്ളത് വളരെ നന്നായി എന്ന് പറയണം. കാരണം 2 കൊലക്കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം. പാർട്ടിക്ക് വേണ്ടി കൊലപാതക കേസുകളിൽ പ്രതിയാവുന്നതിലെ അഭിമാനവും ഒപ്പം ദണ്ഡമെന്ന് പറയാൻ കാരണമുണ്ട്. ഈ ജയിലിൽ പോകുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല, കുറച്ച് വിഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അഭിമാനവും ദണ്ഡവും ഒരുപോലെ അറിയാവുന്ന നേതാവാണ് അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ്. എന്തൊരു കഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. 2 കേസുകളിലെ കൊലക്കേസുകളിലെ പ്രതി ജയിൽ ഉപദേശക സമിതിയിൽ അംഗമാവുക. അത് മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്നത് ഖാദി ബോർഡിൻ്റെ കാറില്ല, ബോർഡ് വെച്ച കാറില്ല വന്നത്. ഖാദി എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ചിഹ്നമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായിരുന്നു. ആ ഖാദിയുടെ വ്യവസായം നടത്തുന്ന ബോർഡിൻ്റെ കാറിലാണ് ജയരാജൻ ഈ കൊലപാതക സംഘത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിരുന്നു. അല്ലെങ്കിലും ഇക്കാര്യത്തിലൊക്കെ CPM അപാരമായ ഔചിത്യം കാണിക്കുന്ന ഒരു പാർട്ടിയാകട്ടോ. വളരെ നല്ല ശ്രദ്ധയുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസുമായി സമാനതകളുള്ള മറ്റൊരു കേസിൽ പെട്ടുപോയ ആളായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. ഒരു പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്ത കേസിൽ. പക്ഷെ പിന്നീട് അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായവരെയോ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്തവരെയോ സ്വീകരിക്കാൻ വരുന്ന ഭാവത്തിലാണ് ജയരാജനും സംഘവും ജയിലിലെത്തിയത്. നമ്മുടെ സമൂഹത്തിനോ നാട്ടുകാർക്കോ എന്തെങ്കിലും നന്മ ചെയ്തവരായിരുന്നില്ല സഖാവേ കണ്ണൂർ ജയിലിലേക്ക് വന്നത്. 2 ചെറുപ്പക്കാരുടെ അരുംകൊലയ്ക്ക് നേതൃത്വം കൊടുത്ത കാപാലിക സംഘത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് 2 ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്ത കൊലപാതകികൾ. 2 പാവപ്പെട്ട കുടുംബങ്ങളിലെ പ്രതീക്ഷയും വിളക്കുമായിരുന്നു ഈ ചെറുപ്പക്കാർ, ശരത്ലാലും കൃപേഷും. ആ വെളിച്ചമാണ് ഈ കൊലപാതകികൾ കെടുത്തിക്കളഞ്ഞത്. അവരുടെ ചുടുരക്തത്തിൽ ചവിട്ടി നിന്ന് ആഹ്ലാദ നൃത്തം ആടിയവരാണ് ഈ കാപാലിക സംഘം. ആ ചെറുപ്പക്കാര് എതിർ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നതല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല,
അവരുടെ പ്രവർത്തനം വഴി അവർ നാട്ടുകാരുടെ സ്നേഹവും പ്രീതിയും ആർജിച്ചിരുന്നു. അവർ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. അതിനപ്പുറത്ത് ഒരു തെറ്റും അവർ ചെയ്തിരുന്നില്ല. അവരെ ഇല്ലായ്മ ചെയ്തതിന് നമ്മുടെ നീതിന്യായ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ, വരവേൽക്കാൻ, ഗംഭീര സ്വീകരണം ഒരുക്കാനാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ ജയിലിൽ വന്നത്. അതിനുമുമ്പ് കാസർകോട്ടെ നേതാക്കള്, സഖാക്കള് ഈ കേസിൽ പ്രതിയായവരുടെ വീടുകളിൽ ചെന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഈ പെരിയാക്കൊലക്കേസിൽ CBIയുടെ അന്വേഷണം തടയുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1.14 കോടി രൂപ ചെലവഴിച്ച് സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞതിന് ശേഷമാണ് ഇതിലെ പ്രതികൾക്ക് CBI കോടതി ശിക്ഷ വിധിച്ചത് എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. കൊലപാതകളോടൊപ്പം നിൽക്കുന്ന, അവരുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഈ പാർട്ടി എങ്ങനെയാണ് ഒരു മാനവിക പാർട്ടിയാവുന്നത്? എങ്ങനെയാണ് മനുഷ്യത്വമുള്ള, മനുഷ്യ സ്നേഹമുള്ള ഒരു പാർട്ടിയാവുന്നത്? കൊല ചെയ്തവരോട് പരസ്യമായി താതാത്മ്യം പ്രാപിക്കുകയും അവരോട് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി അവരുടെ അണികൾക്കും സാധാരണ ജനങ്ങൾക്കും സമൂഹത്തിനും എന്ത് സന്ദേശമാണ് നൽകുന്നത്? പാർട്ടിക്ക് എതിർപ്പുള്ള ആളുകളെ കൊന്നിട്ട് വന്നാൽ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം, പ്രൊട്ടക്ഷൻ പാർട്ടി നൽകുമെന്ന് അണികളെ ബോധ്യപ്പെടുത്തുകയാണോ ഇതിൻ്റെ ഉദ്ദേശം? അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം കൊലയാളി സംഘങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്കെന്താ ഛേദം എന്ന് നാട്ടുകാരോട് ചോദിക്കുകയാണോ ഇത്തരം പ്രവൃത്തികളിലൂടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും ചെയ്യുന്നത്? സഖാബി, ഇത് പഴയ കാലമല്ല. പുതിയ തലമുറ ഇതിനെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കാണുന്നവരാ. ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്താപരമായ മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. കള്ളന്മാരെയും കൊലപാതകികളെയും പരസ്യമായി സംരക്ഷിക്കാനിറങ്ങിയാൽ ജനങ്ങളത് പൊറുക്കുകയില്ലെന്ന് നമ്മുടെ സമൂഹം നിങ്ങളെയും നമ്മളെയും ഒക്കെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. മറിച്ചുള്ള ധാർഷ്ട്യം ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. അത് മറക്കാതിരുന്നാൽ നന്ന്. ജയിലറ കാണിച്ച് പേടിപ്പിക്കണ്ട എന്ന് P. ജയരാജൻ പ്രഖ്യാപിച്ചു. സഖാവി, ആരാണ് ഈ ജയിലറ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാൻ വരുന്നത്? നിങ്ങൾ ആരെ കണ്ടിട്ടാ പേടിക്കുക? നിങ്ങൾക്ക് എന്തിനെങ്കിലും പേടിയുണ്ടോ? ജനങ്ങളെ പേടിയുണ്ടോ? മൂല്യങ്ങളെ പേടിയുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടാറുള്ളത്? ഇപ്പോൾ വിയ്യൂരിലേക്കും എറണാകുളത്തേക്കും അയച്ച ഈ പ്രതികളെ നിങ്ങൾക്ക് രായ്ക്ക് രാമാനം, നിങ്ങൾക്ക് സ്വാധീനമുള്ള കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ ഈ പ്രതികൾക്ക്, പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് കുറ്റകൃത്യം ചെയ്തവർക്ക്, അതിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ഭരണകൂടം ഒരുക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. കുറെ കാലം ജയിലിൽ സുഖവാസമാകാം. ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും, എതിരായിട്ട് ഏത് തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും, കൊടിസുനിക്ക് ലഭിച്ചതോ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ പരോൾ ലഭിക്കും. ഈ പ്രതികളിൽ ആർക്കെങ്കിലും പുറത്ത് കൊട്ടേഷൻ സംഘങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും ആവശ്യമായ മൊബൈൽ ഫോണുകൾ നിങ്ങൾക്ക് ജയിലിനുള്ളിൽ ലഭ്യമാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടും. കണ്ണൂർ ജയിലിനെ നിങ്ങളുടെ പ്രതികൾക്ക് ഭരിക്കാൻ സാധിക്കും. വലിക്കാൻ ബീഡിയോ, സിഗരറ്റോ എന്ത് വേണമെങ്കിലും ലഭിക്കും. ജയിലിൽ പോയവർക്ക് P. ജയരാജൻ്റെ പുസ്തകം കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, ആ പുസ്തകം വായിക്കാൻ നൽകിയിട്ടുണ്ടെന്നാ കേട്ടത്. ജയരാജൻ സാഹു പറഞ്ഞത് അവരത് വായിച്ച് പ്രബുദ്ധരാവട്ടെ എന്നാണ്. സാറേ, ഈ പ്രതികളിനി രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവരുടെ ഈ വിനോദവേളകളിലെ സുഖവാസത്തിലെ വായനയ്ക്ക് പറ്റിയ പുസ്തകം ഇതൊന്നും ആയിരുന്നില്ല. എതിരാളികളുടെ തല എങ്ങനെ കൊയ്യാം എന്ന പുസ്തകമാണ് അവർക്ക് നൽകേണ്ടിയിരുന്നത്. അതുകൊണ്ട് ജയിലിൽ നിന്ന് പിന്നീട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. സഖാവി, കണ്ണൂരിലെ ഈ എലീറ്റ് പ്രതികൾക്ക് അല്ലെങ്കിൽ VVIP പ്രതികൾക്ക് മാത്രമാണോ പാർട്ടിയുടെ ഈ സംരക്ഷണവും പ്രത്യേക പരിഗണനയും നൽകുക? പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവർക്ക് ഈ സംരക്ഷണം ഇല്ല എന്നുണ്ടോ?
അതായത് ജയരാജനും സംഘവും പേരിയ കേസിലെ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പോയത് സംബന്ധിച്ച വാർത്ത വന്ന പത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. 2018 ജൂലൈയിൽ എറണാകുളം മഹാരാജാസ് കോളേജിനുള്ളിൽ വെച്ച് പാതിരാത്രിക്ക് കുത്തേറ്റു മരിച്ച അഭിമന്യു എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുടെ കേസ് സംബന്ധിച്ച വാർത്തയാണ്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം നൽകിയ കേസാ. 6 വർഷമായിട്ടും ഇതുവരെ അതിൻ്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ സാക്ഷികൾ പലരും ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇല്ല. ആ കേസിലെ ഒരു പ്രധാന രേഖയായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനകം കാണാതെ പോയി. 30 തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത്. ഒരുപക്ഷെ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്ന കാര്യത്തിൽ ഇതിനെ മറികടക്കാൻ മറ്റൊരു കേസേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അതായത് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ്. അത് എത്ര തവണ മാറ്റിവെച്ചുവെന്ന് ആർക്കും അറിയില്ല. ഈ കേസായാലും 30 തവണയാണ് മാറ്റിവെച്ചത്. ഇതുവരെ വിചാരണ നടന്നിട്ടില്ല, ആരംഭിച്ചിട്ട് പോലുമില്ല. അഭിമന്യുവിൻ്റെ അമ്മ പാർട്ടിയെ സമീപിച്ചപ്പോൾ അവരൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവർ ഹൈക്കോടതിയിൽ ഒരു പരാതിയുമായി കേസുമായി എത്തി. അന്നേരമാണ് പാർട്ടി ഉറക്കം വിട്ട് ഉണർന്നത്. അതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ, പിന്നിൽ ചില രഹസ്യങ്ങൾ. ഈ കേസിലെ പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു. അതിന് ചില നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പിടിക്കാൻ ഒത്തിരി താമസിച്ചു കേട്ടോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാം, പകരം അഭിമന്യു കൊലക്കേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകണമെന്ന് SDPI ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്ന ആരോപണം ഇപ്പോഴും വളരെ ശക്തമാണ്. കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലക്കേസായിരുന്നു ഇത്. ഞാൻ പെറ്റ മകനെ എന്ന അഭിമന്യുവിൻ്റെ അമ്മയുടെ വിലാപം കേരളം ഹൃദയഭാരത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം CPMൻ്റെ നേതൃത്വത്തിൽ അഭിമന്യുവിന് വേണ്ടി ഒരു വലിയ പണപ്പിരിവ് നടത്തി. 3.1 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പണം ഉപയോഗിച്ച് ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ, അവിടെയായിരുന്നു അഭിമന്യുവിൻ്റെ സ്ഥലം, അവിടെ 10.5 സെന്റ് സ്ഥലത്ത് 40 ലക്ഷം രൂപ മുടക്കി 1226 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിത് കൊടുത്തു. 10 ലക്ഷം രൂപ അഭിമന്യുവിൻ്റെ സഹോദരിയുടെ വിവാഹത്തിനായി മാറ്റിവെച്ചു. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് 23 ലക്ഷം രൂപ നൽകി. അങ്ങനെ ഏതാണ്ട് 75 ലക്ഷം രൂപ ഈ പിരിച്ചെടുത്ത തുകയിൽ നിന്ന് അഭിമന്യുവിനും അഭിമന്യുവിൻ്റെ കുടുംബത്തിനുമായിട്ട് ലഭിച്ചു. ബാക്കി ഉപയോഗിച്ച് പാർട്ടി എറണാകുളത്ത് ഒരു വലിയ മന്ദിരം പണിതു. അവിടെ വിദ്യാർത്ഥി സേവാ കേന്ദ്രം വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ കെട്ടിടം CPM നേതാക്കൾ അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യമാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ നാം കണ്ടത്. അതായത് പേരിയ പോലെയുള്ള കേസുകളിൽ പാർട്ടി പ്രവർത്തകർ പ്രതിയാവുമ്പോൾ ആ കേസ് നടത്തുന്നതിന്, അവരെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചെടുക്കുന്നതിന് പാർട്ടി ഓവർ ടൈം പണിയെടുക്കും, വളരെ ഉഷാറാവും. പക്ഷേ രക്തസാക്ഷികളുടെ കാര്യം വരുമ്പോൾ അഭിമന്യുവിൻ്റെ കാര്യത്തിലുണ്ടായ അനുഭവമാണ് നാം കാണുക.